ഇന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് അവരുടെ ലൈവത്തോൺ എന്ന് പറയുന്നത് സിബിൽ സ്കോറിനെ കുറിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്കിടയിൽ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അവരിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ വളരെ ഉപകാരപ്രദമായ ഒരു വിഷയം തന്നെയാണെന്നാണ് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരെ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അവർ പുറത്തു കൊണ്ടുവരികയാണ് അവരുടെ ഈ ലൈവത്തോണിലൂടെ. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തവണയുള്ള EMI മുടങ്ങിയാലോ, അല്ലെങ്കിൽ ആ EMIയിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ എക്സ്ട്രാ കുറച്ച് പൈസ അടയ്ക്കേണ്ടി വന്നാൽ അത് അടയ്ക്കാൻ കഴിയാതിരുന്നാലോ ഒക്കെ നമ്മുടെ സിബിൽ സ്കോർ കുറയുകയാണ്. ഒരു മാസം ചിലപ്പോൾ അസുഖമൊക്കെ എന്തെങ്കിലും ആയി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി കിടക്കുകയായിരിക്കും. ആ മാസം ചിലപ്പോൾ EMI അടയ്ക്കാൻ കഴിയുന്നതല്ലേ, വളരെ നിസ്സാരമായിട്ടുള്ളൊരു തുകയായിരിക്കും. അതുപോലും അടയ്ക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ ആ മാസം അത് എടുക്കാനുണ്ടാവില്ല. അടുത്ത മാസം കൂട്ടി അടയ്ക്കാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ സിബിൽ സ്കോറ് കുറേ നാളത്തേക്ക് ഭയങ്കരമായിട്ട് കുറയുകയാണ്. പിന്നീട് അവർക്കൊരു ലോൺ എടുക്കാനോ ഒരു ലോണിന് അപ്ലൈ ചെയ്യാനോ പോലും പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ മാതാപിതാക്കൾക്കൊക്കെ ലോൺ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും അവർ ഒരു EMI എന്തെങ്കിലും തെറ്റിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ചാർജ് വന്നത് അടയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് വിദ്യാഭ്യാസ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ. നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ് സിബിൽ സ്കോർ ഇങ്ങനെ കുറയുന്നതെന്ന് ആലോചിക്കുക. ഈ സിബിൽ സ്കോർ ഒരു തവണ കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇത് അങ്ങനെ നിൽക്കുകയാണ്. അതിനൊരു ടൈമുണ്ട്, ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട് തോന്നുന്നു. ആ ടൈം വരെ ഈ സിബിൽ സ്കോർ നമ്മൾ പൈസ അടച്ചാലും, നമ്മൾ അടയ്ക്കാനുള്ള പൈസ അടച്ചു കഴിഞ്ഞാലും ഈ സിബിൽ സ്കോർ കുറഞ്ഞത് വർദ്ധിക്കില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ബാങ്കുകൾക്കൊക്കെ ഒരു ബാഡ് ഇംപ്രഷനാണ് ഈ സിബിൽ സ്കോർ കുറഞ്ഞത് കാണുമ്പോൾ. അവരുടെ അവസ്ഥയോ അവരുടെ ചുറ്റുപാട് എന്താണെന്നോ അപ്പോൾ എന്തുകൊണ്ട് അടയ്ക്കാതിരിക്കാൻ കഴിഞ്ഞു എന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഈ സിബിൽ സ്കോർ ഒറ്റയടിക്ക് കുറയുക, അതോടുകൂടിയിട്ട് സാധാരണക്കാർക്ക് പിന്നെ എവിടുന്ന് ഒരു ലോണോ ഒരു വായ്പ ഒന്നും ലഭിക്കാത്തൊരവസ്ഥ വരികയാണ്. അതിനെക്കുറിച്ചിട്ടാണ് റിപ്പോർട്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. വളരെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു വിഷയം, ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. നിലവിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിൽ ഒന്നാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് ആ ലൈവത്തോൺ കണ്ടപ്പോൾ തോന്നി.